മുജാഹിദ് സാധാരണ ദുർവ്യാഖ്യാനിക്കാറുള്ളത് എന്താ? ഇന്നക ലാ തുസ്മിഉൽ മൗതാ, നിശ്ചയം നബിയെ നിങ്ങൾ കേൾപ്പിക്കൂല. എന്ത്? മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കൂല. അപ്പൊ മരിച്ചവർക്ക് കേൾക്കാൻ കഴിയില്ല നായിലേ എന്നാ സാധാരണ മുജാഹിദുകൾ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. അതിന്റെ അർത്ഥം അതല്ല. ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, അതുപോലെ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, വേറൊരായത്ത്, നിങ്ങൾ ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മുജാഹിദിന്റെ മാസ്റ്റർ പീസ് ദുർവ്യാഖ്യാന ആയത്തുകളാണ് ഇതൊക്കെ. ഇത് രണ്ടും ഉണ്ടാക്കി പിന്നെ ധൈര്യസമേതം നടക്കാന്ന മുജാഹിദിന്റെ വെപ്പ്. പാവം സഹാദുക്കൾപ്പെട്ട ആ അബദ്ധത്തിന്റെ ആഴം അളക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഈ രണ്ട് ആയത്തും ഇറങ്ങിയത് മുജാഹിദ് ആഫീസിലേക്കല്ലല്ലോ. അത് ഇറങ്ങിയത് എവിടുക്കാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അള്ളാന്റെ റസൂൽ എന്താ പറയുന്നത്? മരിച്ചവർ കേൾക്കുമെന്നാണോ കേൾക്കില്ലെന്നാണോ? സഹീഹുൽ ബുഖാരിയാണ് എന്റെ കയ്യിൽ. സഹീഹുൽ ബുഖാരി, അതിൽ 67-ാം നമ്പർ അധ്യായം. ഇമാം ബുഖാരി എന്ന ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ പറയുന്നു, ബാബുൻ, ഒരു അധ്യായം പറയുകയാണ്. എന്താ അധ്യായം? അൽ മയ്യിത്തു, മരിച്ചവൻ, മയ്യിത്ത്, യസ്മഉ, അയാൾ കേൾക്കും, ഖഫ്തന്നിയാൽ, ചെരിപ്പിന്റെ ശബ്ദം. മരണപ്പെട്ട മയ്യത്ത് കേൾക്കും, ഖബറടക്കിയ മയ്യത്ത് കേൾക്കും എന്ന അധ്യായം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഇതാ ഇതിൽ പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അൽ അബ്ദു ഇദാ വുളിയ ഫീ ഖബരിഹി, ഒരു മനുഷ്യനെ തന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവനെ അനുഗമിച്ചിരുന്ന, മറവ് ചെയ്യാനും അവന്റെ സംസ്കരണ പ്രക്രിയകളിലും പങ്കെടുത്തിരുന്ന അനുയായികൾ പിന്തിരിഞ്ഞു പോരുകയും ചെയ്താൽ, അള്ളാന്റെ റസൂല് പറയുന്നു, ഹത്താ ഇന്നഹു, ആ ഖബറടക്കപ്പെട്ട മയ്യിത്ത്, ലയസ്മഉ, ആ മയ്യിത്ത് കേൾക്കുക തന്നെ ചെയ്യും, ഖർഅനിയാലിഹിം, മയ്യത്ത് സംസ്കരണ പ്രക്രിയകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുടെ കാലിലുള്ള ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് പറയുന്നു, സഹീഹുൽ ബുഖാരിയിൽ 1338 ഹദീസ്, 38-ാം നമ്പർ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആയത്ത് ഇറങ്ങിയതാർക്കാ? റസൂലിന്. റസൂല് പറയുന്നു, മയ്യത്ത് കേൾക്കും. സഹീഹുൽ ബുഖാരി ഷാഫി ഇമാമിന്റെ കിതാബല്ലല്ലോ. സഹീഹുൽ ബുഖാരി ബുഖാരി ഇമാം ഉണ്ടാക്കിയതാണല്ലോ. മുജാഹിദുകൾക്ക് തർക്കമില്ലല്ലോ. ആ ബുഖാരി ഇമാമാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. ബുഖാരി സ്വീകരിക്കില്ല എന്ന് പറയാം മുജാഹിദ് ധൈര്യം കാണിക്കുമെങ്കിൽ അതും ഞങ്ങൾക്ക് കേൾക്കാൻ ഇവിടെ കൗതുകമുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസ് കഴിഞ്ഞില്ല. സഹീഹ് മുസ്ലിമില്ല. ഈ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. ഇന്നൽ മയ്യിത്ത, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത് അങ്ങനെയാണ്, ഇന്നൽ മയ്യിത്ത, ഒരു മയ്യത്ത്, നിശ്ചയം മയ്യത്ത്, ആ മയ്യത്തിൽ ലയസ്മഉ, റസൂലുള്ളാഹി പറയുന്നു, ആ ഇദാ ഇന്നൽ മയ്യിത്ത ഇദാ വുളിയ ഫീ ഖബരിഹി, തന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇന്നഹു, എത്ര തഅക്കീദ റസൂൽ പറയുന്നത് അറിയോ? ഇന്നഹു, നിശ്ചയം ആ മയ്യത്ത്, ലയസ്മഉ, ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും, ഖഫ്തനിയാലിഹിം, മയ്യത്തിന്റെ അവിടെയുള്ള ആളുകൾ, മറമാടാൻ വേണ്ടി വന്ന ആളുകൾ പിന്തിരിഞ്ഞു, ഇദൻ സറഫു, അവർ പിരിഞ്ഞു പോരുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി, സഹീഹ് മുസ്ലിം 7217-ാം നമ്പർ ഹദീസ്. അപ്പൊ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് മരണപ്പെട്ട മയ്യത്തുകൾക്ക് കേൾക്കുന്നാണ്, കേൾക്കൂലെന്നല്ല. അപ്പൊ പിന്നെ സ്വാഭാവിക ചോദ്യം എന്താ? ചോദ്യം അല്ല, എന്നാ പിന്നെ മരിച്ച മയ്യത്ത് കേൾക്കൂല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ആയത്തുണ്ടല്ലോ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ നബിയെ നിങ്ങൾ കേൾപ്പിക്കൂല എന്നൊരു ആയത്ത് ഓതിയല്ലോ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നില്ല, അതല്ല രസം. പറയേണ്ടതാരാ? മുജാഹിദുകൾ ആശയ സ്രോതസ് എന്ന് അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നു, മുജാഹിദ് പറയുന്നു, ഇബ്നു
തൈമിയ്യ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഖുർആൻ ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മുജാഹിദുകളെ വിചിന്തനമാണ് പറയുന്നത് എന്റെ അടുത്ത കയ്യിൽ. അങ്ങനെയുള്ള ഇബ്നു തൈമിയ്യ പറയുന്നു, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനാണെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ 1 റുപ്പിക 25 പൈസ വിലയുള്ള ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖമെന്ന ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം രണ്ടുപേരും പറയുന്നു. എന്താ പറയുന്നത്? ഇന്നക ലാ തുസ്മിഉൽ മൗത വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? ഇവർ പറയുന്നു അമ്മാ ഖൗലുഹു തആല വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ്യക്കും മുജാഹിദ് പഠിപ്പിക്കുന്ന വിശ്വാസല്ല, റസൂൽ മരിച്ചവർ കേൾക്കുന്ന പറയുന്നത്. നോക്ക് നിങ്ങൾ, ഇബ്നു തൈമിയുടെ ഫത്വയാണിത്. അലിൽ മയ്യത്തു യസ്മഉ കലാമ സായിരിഹി. ദീർഘമായ ചോദ്യം. അല്ല, മയ്യത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ആൾക്കാരുടെ സംസാരം കേൾക്കാൻ കഴിയോ? ചോദ്യത്തിന്റെ അവസാനത്തിൽ ഫാജാബ മറുപടി പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഅം യസ്മഉൽ മയ്യത്തു ഫിൽ ജുംല. പൊതുവിൽ മയ്യത്ത് കേൾക്കുന്നതാണ്. ഇബ്നു തൈമിയ്യ നൽകുന്ന മറുപടി കേൾക്കൂല എന്നല്ല, കേൾക്കുന്നാണ്. ഇനി ഇബ്നുൽ ഖയ്യിം പറയുന്നത് എന്താ? മരിച്ചവർ കേൾക്കുന്നു മാത്രല്ല, അതിനുള്ള തെളിവെന്താണെന്നറിയോ? അദ്ദേഹം പറയാണ് വയദുല്ലു അലൈഹി, മരിച്ചവർ കേൾക്കുമെന്നതിന് തെളിവല്ലേ എന്ത്? മാ ജറാ അലൈഹി അമലുന്നാസി ഖദീമൻ വഇലൽ ആൻ. 19 പേജ്. അതിൽ പറയുന്നത് എന്താ? മുമ്പ് മുതലേ നടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? മിൻ തൽഖീനിൽ മയ്യത്തി, മയ്യത്തിന് തൽഖീൻ ചൊല്ലി കൊടുക്കുന്നു. ഫീ ഖബരിഹി, മയ്യത്തിന്റെ ഖബറിങ്കൽ ചെന്ന് നമ്മൾ തൽഖീൻ ചൊല്ലി കൊടുക്കണില്ലേ? അതെന്തിനാ? വലൗലാ അന്നഹു യസ്മഉ ദാലിക, ഈ മയ്യത്ത് കേൾക്കുകയില്ലെങ്കിൽ, വയന്തഫിഉ ബിഹി, അതിന് ഉപകാരം ചെയ്യാനും കഴിയില്ലെങ്കിൽ, ലം യകുൻ ഫീഹി ഫായിദ, അതിൽ ആ തൽഖീൻ ചൊല്ലി കൊടുക്കുന്നതിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ലല്ലോ. ആരാത് പറയുന്നത്? ഇവരുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം പറയാ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, തൽഖീൻ ചൊല്ലി കൊടുക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ മരിച്ചോല് കേൾക്കുന്നു. ഇത് ചില്ലറ വിഷയമാണോ എന്നാണ് ഇബ്നുൽ ഖയ്യിം ചോദിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാ, അപ്പൊ ഒരു ചോദ്യമുണ്ട്. അമ്മാ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗലുണ്ടല്ലോ, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആയത്ത് വേറെ അടുത്ത വരിയിൽ അദ്ദേഹം ഇന്നക ലാ തുസ്മിഉൽ, അടുത്ത പേരയിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു ഫസിയാഖുൽ ആയത്തി, ഈ ആയത്തിന്റെ ഒക്കെ പശ്ചാത്തലം അപ്പുറോ ഇപ്പുറോ നോക്കണം, പൗതി കട്ടാ ശരിയാവൂല. ആരാ പറയണത്? ഇബ്നുൽ ഖയ്യിം പറയും, ഇവരുടെ നേതാവ് പഠിപ്പിക്കുക. ഫസിയാഖുൽ ആയത്തി, ഈ ആയത്തിന്റെ പശ്ചാത്തലം യദുല്ലു, അത് അറിയിക്കുന്നു, അലാ അന്നൽ മുറാദ മിൻഹാ, ഈ പറഞ്ഞ ആയത്ത് കൊണ്ടുള്ള അൽ മൗത എന്നത് കൊണ്ടുള്ള വിവക്ഷ, അന്നൽ കാഫിറൽ മയ്യിത്തൽ ഖൽബി ലാ തഖ്ദിറു അലാ ഇസ്മാഇഹി ഇസ്മാഅൻ യന്തഫിഉ ബിഹി. എന്താ പറയുന്നത് എന്നറിയോ? അയാൾ പറയാണ്, അതിന്റെ അർത്ഥം മരിച്ചോര് കേൾക്കൂല എന്നല്ല, പിന്നെന്താ? ഈ മൗത്ത എന്ന് പറഞ്ഞ ഹൃദയം മരിച്ച അവിശ്വാസികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് അന്നൽ കാഫിറ അൽ മയ്യിത്തൽ ഖൽബി, ഹൃദയം മരിച്ച അവിശ്വാസികൾ, അവർക്ക് കേൾക്കാൻ കഴിയില്ല. അതെന്ത് കേൾവി? കാതുകൊണ്ട് കേൾവി കേൾക്കൂല എന്നല്ല. നമ്മൾ സാധാരണ പറയുന്നത്, ബാപ്പാര് മക്കളോട് പറയില്ലേ, എടാ ഞാൻ എത്ര ഒരാഴ്ച നിങ്ങളോട് ഇത് പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആരും ഇത് കേട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? പാവം ആ ബാപ്പാനെ മക്കൾക്ക് ആർക്കും കാതില്ലാന്ന ഒക്കെ ചോടുപൊട്ടന്മാരാന്നല്ല. അതിന്റെ അർത്ഥം എന്താ? ഒന്നും അനുസരിച്ചില്ല. ഉസ്താദ് ശിഷ്യന്മാരോട് പറയും, ഞാൻ ഇന്നലെ എഴുതി കൊണ്ടുവരാൻ പഠിച്ചിട്ട് നിങ്ങൾ ആരും എഴുതി കൊണ്ടുവന്നില്ല, നിങ്ങൾ ആരും അത് കേട്ടില്ലല്ലേ. എന്തായി കേട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം? അനുസരിച്ചില്ല. അത് മലയാളത്തിൽ പറയുന്നത് പോലെ അറബിയിലും പറയും. അതാണ് ഇതിന്റെ വിവക്ഷ. കണ്ടോ? ഇസ്മാഅൻ യന്തഫിഉ ബിഹി, ഉപകാരം ചെയ്യുന്ന, അതായത് അനുസരിക്കുക എന്ന കേൾവിയാണ്. എന്നിട്ട് അവസാനം വിശദീകരിച്ച ആൾ പറയുന്നു, വലം യുരിദു സുബ്ഹാനഹു, മുജാഹിദുകളോടാ നേതാവ് അനുശാസിക്കുന്നത്, വലം യുരിദു സുബ്ഹാനഹു, അള്ളാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല. എന്ത്? അന്ന അസ്ഹാബൽ ഖുബൂരി, ഖബറിലുള്ള ആളുകൾ ലാ യസ്മഊന ശൈഅൻ അൽബത്താം, ഖബറിലുള്ളവർക്ക് തീർച്ചയായും ഒന്നും കേൾക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല മുജാഹിദുകളെ. ആരാ പറഞ്ഞത്? മുജാഹിദിന്റെ പതാകവാഹകനെന്ന് ആപ്പീസിൽ നിറക്കിയ പുസ്തകത്തിൽ പറഞ്ഞ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹിന്റെ 19 പേജിൽ പറയുന്നു.
അപ്പൊ ആ ആയത്തൊന്നും ഓതി ഇവിടെ മേക്കെട്ട് കയറാൻ വരണ്ട. അതൊക്കെ ഞങ്ങൾ കണ്ടതാണ്, വിവരമുള്ളവരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിന്റെ ഇബ്നു തൈമിയയും അതേ ആയത്ത് ഓതിയിട്ട് തന്റെ ഫതാവയിൽ പറയുന്നു. ആര്? ഇബ്നു തൈമിയ മജ്മുഅത്തുൽ ഫതാവയിൽ ഇതേ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് മരിച്ചവർ കേൾക്കൂല എന്ന് ഒരിക്കലും കിട്ടൂല. കണ്ടോ, ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷ ഫൈനൽ മുറാദ ബിദാലിക സംഉൽ ഖബൂലി വൽ ഇംതിസാൽ, അനുസരിക്കൂല എന്നാണ്. അത് തന്നെ കാഫിറുകൾ, അവിശ്വാസികൾ അനുസരിക്കൂല എന്നാണ്. അതല്ലാതെ കബറടക്കിയ ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് ഈ ആയത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ ഇല്ല. എന്റെ ഇടത്തെ കയ്യിലുള്ളത് മുജാഹിദിന്റെ ആശയ സ്രോതസ് ഇബ്നു തൈമിയ, വലത്തെ കയ്യിലുള്ളത് പതാകവാഹകൻ എന്ന് അവർ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം. രണ്ടും നമ്മളെ നേതാവല്ല, മുജാഹിദ് നേതാവാണ്. ഈ പറഞ്ഞത് ശരിയല്ല എന്ന് ഏതെങ്കിലും മുജാഹിദ് പറഞ്ഞോ, അവൻ ഖുർആനെ നിഷേധിക്കുന്നവനാണ്. വിചിന്തനം വാരിക 2005 ഫെബ്രുവരി 25. കണ്ടോങ്ങള്, അത് അപ്രമാണങ്ങളിൽ ഏറ്റുമുട്ടിയ മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കാണാ മയ്യത്തിന്റെ മേലെ പേൻ പോണമാതിരി പോകുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഈ ആയത്തിലൊന്നും മരിച്ച മഹാത്മാക്കളോട് തേടുന്നതിന് എതിരല്ല. എന്നാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാക്കളോട് തേടിയവരാണ് സ്വഹാബികൾ. 2 സ്വഹാബികളെ, ഒരുപാട് സ്വഹാബികളെ ചരിത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തി. നിങ്ങളെ ഭാഷയിൽ അവരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ്. അപ്പൊ നിങ്ങൾ ഓതിയ ആയത്തില് എന്തില്ല? റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പാടില്ല എന്നൊരിക്കലും ഇല്ല.